ബിജെപിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ച് ജമാഅത്തെ ഇസ്ലാമി. ഇടതിനും വലതിനും വോട്ട് മറിച്ചെന്ന് വെളിപ്പെടുത്തൽ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് മറിച്ചത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് വെളിപ്പെടുത്തൽ. ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റേതാണ് വെളിപ്പെടുത്തൽ. ബിജെപിയെ തോൽപ്പിക്കാൻ LDF-നും UDF-നും വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വെളിപ്പെടുത്തൽ. ഇക്കാര്യം ഇരു മുന്നണി നേതാക്കളുമായും സംസാരിച്ചിരുന്നു. 2004-ലും 2006-ലും 2009-ലും 2011-ലും ഇടതുപക്ഷത്തിന് വോട്ട് മറിച്ച് നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ CPM-ന് വോട്ട് മറിച്ച് നൽകിയെന്നും വെളിപ്പെടുത്തലുണ്ട്. ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വോട്ട് കച്ചവടമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ വ്യക്തമാക്കി. കേരളത്തിൽ എവിടെയും ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാ. ഞാൻ പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കേരളത്തിൽ അതിലെ രണ്ട് ഘടകകക്ഷികൾ പരസ്പരം രണ്ട് പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് BJP കടന്നു വരുന്നതിനെ തടയിടുന്നിടത്ത് സമാന ചിന്താഗതിക്കാർ എന്നുള്ള അർത്ഥത്തിൽ യോജിക്കണം എന്നൊരു ആശയമാണ് ഞാൻ പറഞ്ഞത്. ആശയത്തെ നമ്മൾ UDF-നോടും പറയും, കോൺഗ്രസിനോടും പറയും, അത് നമുക്ക് ആരോടും പറയും, CPM-നോട് ഞാൻ ആവശ്യപ്പെടാം. ഇടതും വലതും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്ന് ആണയിട്ട് പറയുമ്പോഴാണ് P. മുജീബ് റഹ്മാന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മതേതര മുന്നണി എന്ന് പറഞ്ഞ വോട്ട് തേടാനിറങ്ങുന്ന LDF-നും UDF-നും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പിടിമുറുക്കിയാൽ സാഹചര്യങ്ങൾ മാറും. അത് ജനം മനസ്സിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഒരു പാരലായിട്ട് പറയല്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ശരിയായ കാര്യമല്ല. ജനം, തിരുവനന്തപുരം.